നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം നഗരവാസികൾ മൂക്കുപൊത്തും. അതിൻ്റെ അടുത്ത് ചെല്ലണം എന്നൊന്നുമില്ല. അതാണ് ആ തോടിൻ്റെ അവസ്ഥ. സകല മാലിന്യങ്ങളും മനുഷ്യ മലം വരെ അതിനകത്തുണ്ട്. കഴിഞ്ഞ ദിവസം 11 മണിക്ക് ഒരു മനുഷ്യ ജീവൻ അത് വൃത്തിയാക്കാൻ വേണ്ടി ആ പണിയിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിനെ അതിന് പ്രേരിപ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചിരിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന കൂലിയായിരിക്കും. അത് വൃത്തിയാക്കാൻ വേണ്ടി ആ തോടിലിറങ്ങിയിട്ട് 11 മണിക്ക് ആളെ കാണാതാവുന്നു. ഇതാ ഇപ്പോൾ നേരത്തോട് നേരം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുങ്ങൽ വിദഗ്ധരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആ അവസ്ഥയൊന്നും ഓർക്കും. സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്ന് കാലുകൊണ്ട് തൊടാൻ പോലും മറയ്ക്കുന്ന വെള്ളമാണ് അവിടെ ഇറങ്ങി വേണം ഈ മനുഷ്യന് വേണ്ടിയിട്ട്. ഈ മനുഷ്യൻ ജീവനോടുണ്ടോ അതോ മരിച്ചോ ഒന്നും നമുക്കറിയില്ല. അതിനകത്ത് തന്നെയാണോ കാണാതായത്, ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും അറിയില്ല. എന്തായാലും കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയുള്ളൂ. പക്ഷേ തലസ്ഥാന നഗരത്തിലെ അവസ്ഥയാണ്. ഏതാനും കിലോമീറ്ററേ ഉള്ളൂ സെക്രട്ടേറിയറ്റിലേക്ക്, ഏതാനും കിലോമീറ്ററേ ഉള്ളൂ നിയമസഭയിലേക്ക്. പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അതിനോട് ചുറ്റും തന്നെയുണ്ട്. പോരെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനുമുണ്ട്. എന്നിട്ടും ഒരു തോടിൻ്റെ അവസ്ഥയാണ്. കിലോമീറ്ററുകളോളം നീളമുള്ള ആമയിഴഞ്ചാൻ തോട് നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു ധമനി പോലെ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കൂടി പവർ ഹൗസ് റോഡ് വരെ ആകെ 150 മീറ്റർ. കാണുമ്പോഴെല്ലാം പ്ലാസ്റ്റിക് കുപ്പിയും തെർമോക്കോൾ പീസും മുകളിലുണ്ട്. അടിയിൽ നാപ്കിൻ മുതൽ തടിക്കഷ്ണം വരെ ഇന്നലെയും കഴിഞ്ഞ ദിവസവും അവിടെ കോരിയിടുന്നുണ്ട്. നഗരസഭയോ റെയിൽവേയോ കൊണ്ടിട്ടതല്ല. വെള്ളത്തിൻ്റെ നിറമാണെങ്കിലോ പച്ച കലർന്ന കറുപ്പാണ്. ഹരിതസേനയും ശുചീകരണ തൊഴിലാളികളും നിരന്തരം നിരത്തിലുണ്ട്. എന്നിട്ടും ജഗതിയിലും പാർവതി പുത്തനാറിലും ഇതേ സ്ഥിതിയാണ്. അത്തറും പൂശി പൗഡറുമിട്ട് ബെൻസയിലും കോണ്ടസായാലും കയറി ലുലുവും ട്രാവൻകൂർ മാളും കറങ്ങിയാൽ നഗരവാസിയാകില്ല. കുടിക്കുന്ന വെള്ളവും പരിസരവും തോടും കുളവും ഒക്കെ വൃത്തിയാകണം. ഇന്നലെ അതിനിടയ്ക്ക് നിന്ന് ചില ആളുകൾ പറയുന്ന ചില കമൻറ്റുകളും മറ്റുമൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ വെള്ളത്തിൽ പൊന്തനെലി വരെ ചത്തുകിടപ്പുണ്ട്. എലിപ്പനി വരെ നമുക്ക് കിട്ടും. ദിനവും പൗരപ്രമുഖരും കവികളും സാംസ്കാരിക നായകരും ചീറിപ്പായുന്നുണ്ട് ഇതേ വഴിയിലൂടെ. അതിൻ്റെ അടിയിൽ എവിടെയോ മാലിന്യക്കൂമ്പാരത്തിൻ്റെ അടിയിൽ മാരായമുട്ടം ജോയി എന്നൊരു മനുഷ്യനുണ്ട്. മനുഷ്യന് ജീവനുണ്ടോ എന്ന് ആർക്കും അറിയില്ല. നഗരത്തിൽ വെള്ളം പൊങ്ങാതിരിക്കാൻ അവസാന ചവറും നീക്കാൻ ഇറങ്ങിയതാണ് ആ മനുഷ്യജീവൻ. ഇനിയെങ്കിലും നദികളിലേക്ക് തുറക്കുന്ന മലിനജല പൈപ്പുകളും മാലിന്യം വീശിയെറിയുന്ന കൈകളും ഉണ്ടാകരുത്. നദികളിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകണം. നഗരവാസികൾ നരകമാക്കരുത് തിരുവനന്തപുരത്തെ. എല്ലാവരും കൂടി കൊന്നതാണ് ആ പാവം മനുഷ്യനെ. ഇക്കാര്യത്തിൽ തിരുവനന്തപുരം നഗരവാസികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ മലയാളിയും ഇതിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാണ്.